ഹായ് ഓൾ, ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇൻഗ്രീഡിയൻസ് മെഷർമെൻറ്റ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ, എല്ലാവരും നോക്കണേ. ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറച്ച് എഗ്ഗ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസ് ഞാൻ ആദ്യം തന്നെ 80% ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക. ഞാൻ ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒനിയൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം നന്നായി സോട്ടായി വരണം. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഫൈനലി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർക്കുക. സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. സ്പ്രിംഗ് ഒനിയനും കൂടി ഇടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.